Hello, okay, welcome back, guys. So, in the first video on 2026, hoping that you will like it. Okay, so as you can see, ഞാനിപ്പോൾ എനിക്ക് അടുത്തേക്ക് നിങ്ങൾക്കാണെങ്കിൽ എനിക്ക് എടുക്കാം എന്നിട്ട് ഹാഷ്ടാഗ് മൈക്രോ മാറ്റിയിട്ടുള്ള ഈവനിങ് ഹാഷ്ടാഗ് ഇൻഡെക്സ് ഫീച്ചേഴ്സ് ഓക്കെ നമ്മളിതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ നാളെ GBP അതും നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. പിന്നെ നമ്മൾ MQ ആദ്യം നോക്കിയിട്ട് നാളെ നമ്മൾ ഇതിലായി രണ്ട് പേഴ്സ് ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഫോറക്സിൽ ആ ഒരു പേരും ഇൻഡെക്സ് ഫീച്ചേഴ്സിൽ എത്തും. ഓക്കെ, വീഡിയോയിലായിട്ട് കാണുന്നു. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഡെയിലി ചാർട്ടാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഈ ദിവസമായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഞാൻ പർട്ടിക്കുലർ ഈ ഒരു വീഡിയോയ്ക്ക് ഒറ്റ ദിവസം മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെയായിരിക്കും ഞാൻ വീഡിയോ കാണാം. ഞാൻ ഈ ഒരു അതായത് ഒരു എന്താ പറയുന്നത് ഫിബൊനാച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വീക്കിൽ. ആ ഒരു വീക്ക് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ഇന്നലെ ഈ ഒരു സ്ഥലത്താണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ലോങ്ങസ്റ്റ് വീക്ക് റീസെൻ്റ്ലി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആണെങ്കിൽ ഇതെടുക്കാം. പക്ഷേ ഇതിന് തൊട്ടിപ്പുറത്ത് എടുക്കുന്ന ഇതുകൊണ്ട് ഇച്ചിരി ഞാൻ കൂടി എന്താ പറയുന്നത് പൊക്കോ ഇറക്കമൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാനത് എടുത്ത് നോക്കി. ഐസൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അയാൾ എപ്പോഴും പറയുന്നത് ലോങ്ങസ്റ്റ് വീക്ക് പോസിബിൾ ആണെങ്കിൽ എടുക്കുക, അങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ. നമുക്ക് ആ ചെറിയ ടൈം ഫ്രെയിം പോകാം. ഇവിടെ നിങ്ങൾക്ക് മാർക്കിങ്സ് കാണാം. ഇത് ഓപ്പണിംഗ് പ്രൈസ് അല്ല, ഇത് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്, ഇതാ ഹൈ. ഓക്കെ, സോറി ഇത് ഓപ്പണിംഗ് പ്രൈസ്, അതിൻ്റെ ഹൈ. ഓക്കെ, ആ വീക്കിൻ്റെ അങ്ങനെ നോക്കണമെന്നില്ല. ഈ ഒരു ലെവൽസ് കണ്ട കുറച്ച് വേറുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത്ര. 4 അവർ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ബ്രേക്കർ മാത്രമേ അങ്ങനെ കാണാനുള്ളൂ. ഇതൊരു ബ്രേക്കർ എന്നുണ്ട്, ഹൈ ലോ ഹയർ, അതുകൊണ്ട് ബ്രേക്കർ. പക്ഷെ നമ്മള് ഇറ്റ്സ് വെച്ചിട്ടൊന്നും നടക്കത്തില്ല. ഓക്കെ, സോ നമ്മളൊരു 1 അവർ പോകണം. 1 അവർ ഇച്ചിരി ആവണം, നല്ലതായില്ല. അതിൻ്റെ ഇന്നത്തെ ദിവസം ഇത് പ്രീവിയസ് ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് പ്രീവിയസ് ഡേ. ഓക്കെ, സോ ഇത് ഇന്നലത്തെ ദിവസം ഫ്രൈഡേ ഏഷ്യൻ്റെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. അത് നമ്മുടെ ഏഷ്യനിലോ അതിന് തൊട്ട് മുന്നേ നമ്മൾ നടക്കുന്നുണ്ട് ഇവിടെ ലണ്ടൻ. സമയം നോക്കി മനസ്സിലായി, 2 മണി, അതായത് ഒരു 1:30 ആ ടൈമൊക്കെ ലണ്ടൻ ഓപ്പണോ. ഞാനൊന്നും എഴുതുന്നില്ല, നിങ്ങളൊന്ന് ഊഹിച്ച് വെച്ചാൽ മതി. ഓക്കെ, സോ അത് ലണ്ടൻ ലോക്ക്. നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹൈ ഉണ്ട്, ഈ ഒരു സെൽ സൈഡ്, അതായത് ഈ ഒരു ലോ ഇവിടെ എടുത്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. അപ്പോൾ ഇതെന്തോ ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വോളിയം ബാലൻസ് ഉണ്ട്. അതാണ് മെയിൻ റീസൺ അതെടുക്കാനൊക്കെ. സോ ഇവിടെ നിങ്ങൾ സോഷ്യലി കാണുക, അതിൻ്റെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഞാൻ എടുക്കുന്നു. അവർലിയുടെ അത്രേ ഉള്ളൂ. അതിന് ഞാൻ ഈ ഒരു അവർലി ഫെയർ വാല്യൂ എടുക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ന്യൂയോർക്കിന് വേണ്ടി സെക്ഷന് വേണ്ടി ഇരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ബൈ സൈഡ് നമ്മൾ ബൈ സൈഡ് എന്നെ ചെയ്തിട്ടുണ്ടോ. ഫസ്റ്റ് ബൈ സൈഡ് ഒബ്വിയസ്ലി ഇത്, സെക്കൻഡ് ബൈ സൈഡ് ഒബ്വിയസ്ലി ഈ ഒരു, അതായത് നമ്മുടെ ഫസ്റ്റ് ബൈ സൈഡ് ഇവിടെ, സെക്കൻഡ് ബൈ സൈഡ് ഇവിടെ. ഓക്കെ, ആൻഡ് ഫൈനലി ഇത് വേണമെങ്കിൽ തേർഡായിട്ട് എടുക്കാം. രണ്ടും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഒത്തിരി അങ്ങ് ഗ്രീഡ് ആവില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലെവൽസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് പ്രീമിയം ഒന്നുമില്ല, സോറി, അതുകൊണ്ട് ഇങ്ങനെ ആഡ് വരുന്ന ഇടയ്ക്ക്. സോ അതങ്ങനെ വന്നു. നമ്മൾ എന്നിട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ ഇവിടെ കിട്ടി, മണ്ടയ്ക്കോട്ടേക്ക് അവർലി ഫെയർ വലിക്കാം.
ആൻഡ് കമ്മിങ് ടു 7 o'clock. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ, ഒരു ഇതായിരുന്നു. സോ 7 o'clock. ഓക്കെ, ഇവിടെ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആവും, പ്രീ ന്യൂയോർക്ക് ഓപ്പൺ ആവും. സോ വിൽ ഗോ ടു 15 minutes. ഇന്നലെ 8:30 ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ 7 മണി, അല്ല അവിടുത്തെ 8:30, ഇവിടുത്തെ ഒരു 7 മണിക്ക്. അതായത് നിങ്ങൾ ഇതെപ്പോഴും ഓപ്പൺ ആക്കി ഇട്ടേക്കണം. ന്യൂയോർക്ക് 9 ന്യൂയോർക്ക് ലോക്കൽ ടൈം. ഓക്കെ, ന്യൂസ്, അതായത് ന്യൂസ് വരുമ്പോൾ അവിടുത്തെ 8:30 ന്യൂസ്, ന്യൂയോർക്കിലെ 8:30 ന്യൂസ് ഇവിടുത്തെ നമുക്കൊരു 7 മണിയാകുമ്പോൾ കിട്ടും. ഇത് സമയത്തിൻ്റെയാണ്, സമയം കുറച്ച് മാറുമ്പോൾ വെച്ചിട്ട് നമ്മളെ കറക്റ്റ് 6 മണിയാകുമ്പോൾ. സോ ഇവിടെ 7 മണി ഇവിടെ തുടങ്ങും, റൈറ്റ്? സോ 7 മണി. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ട്രെയിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഓക്കെ, സോ പക്ഷേ എൻ്റെ എല്ലാം ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. അതൊരു സങ്കടമായിരുന്ന ഒരു കാര്യമായി പോയി. ഞാനിപ്പോൾ നോക്കാൻ ഞാൻ ഇത്രയൊരു ലിക്വിഡിറ്റി ഉണ്ട് 15 മിനിറ്റിൻ്റെ. ഈ ഒരു ലോ എടുത്ത് നമ്മളൊരു അവർലി ഫെയർ വാല്യൂക്ക് കയറി. ഓക്കെ ഫൈൻ. ഈ ഒരു ഫെയർ വാല്യൂ വേണം 15 മിനിറ്റിൻ്റെ നമ്മൾ ഇൻവേഴ്സൻ ചെയ്തു. ഓക്കെ, നമ്മൾ ഇൻവേഴ്സൻ ചെയ്തു. ഓക്കെ ഫൈൻ. 5 മിനിറ്റ് ഞങ്ങൾ ഇത് ആദ്യം ഒന്ന് കാണിക്കും. ഈ ബൈ സൈഡ് എടുക്കാൻ ഞാൻ പ്ലാൻ ഇട്ടേക്ക്. അല്ല, ഞാനപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഇവിടെ ഒരു എന്താ പറയുക, ചെറിയൊരു വോളിയം ബാലൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കാണാൻ അത് എടുക്കണ്ട. ഈ ഒരു വോളിയം ബാലൻസ് മാക്സിമം എടുത്തു ഈ ഒരു 5 മിനിറ്റ് ഫെയർ വാല്യൂ പോയിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. ഇവിടെ 15 മിനിറ്റ് ഇൻവേഴ്സ് ആക്കി എന്നിട്ട് നോക്കണം. നിങ്ങൾ ഇങ്ങനൊരു സാധനം ഇന്നത്തെ ദിവസം കണ്ട ഇതാ സങ്കടം. ഞാൻ എന്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വരുന്നു. പിന്നെ നോക്ക്, ഇങ്ങനെ മണ്ടക്കോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇതാണെങ്കിൽ കിടന്നേ നിന്റെ ദൈവം. 5 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ് ആകുമ്പോ എതിര് പോസ്റ്റ് ആയിരിക്കും. ദിവസം ഇവിടെ കുറച്ചു നേരം ഇങ്ങനായി. അതല്ല മനുഷ്യനിരിക്കും. ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ എപ്പോഴും കൺസിഡർ ചെയ്തായിരുന്നു. ഓക്കെ, ഈ 15 മിനിറ്റ് വന്നപ്പോൾ ഇത്തിരി ചിലപ്പോൾ വരത്തില്ലല്ലോ അങ്ങനെ. ഈ 15 മിനിറ്റും ഈ ഒരു ഇത് കണ്ടോ, 3 കോൺസിക്യൂട്ടീവ് ഡൗൺ ക്യാൻഡിൽസ് അവിടെ വന്നു. ഓക്കെ, ഇതാ നമ്മൾ ബ്രേക്കറി അല്ല ഓർഡർ ബ്ലോക്ക് വന്നു. ഇതൊക്കെ ഞാൻ ഇവിടുത്തെ മണ്ടയ്ക്കോട്ടേക്ക് പോകാൻ ഒരു സെറ്റപ്പ് നോക്കുക. ഓക്കെ, ഇവിടെ ആയിരുന്നു എന്താ പറയുന്നത്, എനിക്ക് മൗസ് പോയിന്റർ ആണല്ലോ. ഇവിടെ ആയിരുന്നു 5 മിനിറ്റിന്റെ അത് ബ്രേക്ക് ഓർഡർ ബ്ലോക്ക്. ഒക്കെ ഇവിടെ വന്നു, നല്ല ഒരു ഇത് തന്നു. ഇവിടെ ഒരു ഇൻവേർഷൻ ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച് ആക്കി. ഈ ഒരു ക്യാൻഡിന്റെ ബാലൻസ് പ്രൈസ് റേഞ്ച് പെർഫെക്റ്റ് ആക്കി. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു സാധനം ഒരു BPR ഇത്ര വരെ അറിയാം. ഒരു BPR, പെർഫെക്റ്റ് BPR ആണ്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് മണ്ടക്കോട്ടേക്ക് പോകുന്നു. നല്ലൊരു വോളിയം ബാലൻസ് തന്ന ക്ലോസ് ക്യാൻഡിലൊക്കെ കിട്ടും. ഈ സാധനം ഇതും കണ്ടു, ഇതും പെർഫെക്റ്റ്. ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം പറയുന്ന എല്ലാം ഡെമോ ആണ് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കാം. ഞാൻ ഇവിടെ ഓർഡർ ഇട്ടു. ഒബ്വിയസ്ലി ഇതിൻ്റെതായ സ്റ്റോപ്പ് ലോസ് നല്ലൊരു ഇത് കിട്ടി. അതായത് ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസിന് മുന്നേ ഞാൻ അറിഞ്ഞാണ് ഇതൊരു ഇൻവേർഷൻ ആക്കിയതല്ല. ഇത് പിന്നെ ഇതിൻ്റെ ധാരാളം ലോസായി. അത് പിന്നെ അടിപൊളിയായിട്ട് എന്നിട്ടൊരു ഡോജ് ഒന്നും ഇല്ലാത്തൊരു ക്യാൻസൽ മയിര് സാധനം 2 താര അടിച്ചിറങ്ങി. യോ പോട്ടെ, എത്രയാന്ന് വെച്ചടാ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നു. 5 മിനിറ്റ് വന്നു പെർഫെക്റ്റ് ആയിട്ട് മണ്ടക്കോട്ടേക്കൊക്കെ പോകുന്നു. പിന്നെ ഇത് 8 അത് എടുക്കാൻ നോക്കണ്ട. നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു സ്ഥലം അങ്ങോട്ട് വിടാം.
ഇത് അത്ര ചെറ്റ പ്രൈസ് ആക്ഷൻ ആയിട്ട് വരുന്നത്. സോ നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നലത്തെ ആഫ്റ്റർ 9:30. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു ബൈ സൈഡ് എടുത്തു. ഓക്കെ, സോ ഞാനപ്പോൾ പുതിയൊരു ബൈ സൈഡായിട്ട് ഇത് വെക്കുക. അതായത് നമ്മുടെ ഫ്രീ ന്യൂയോർക്ക് സെക്ഷൻ്റെ ബൈ സൈഡ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. 50 mm ബൈ സൈഡ്. ആൻഡ് ഇതെന്താ? ലോഫ്റ്റർ 7 മണി, അതായത് പ്രീ ന്യൂയോർക്ക് സെക്ഷൻ്റെ ലോ ആണിത്. വേറെ ഒരു കാര്യം കൂടെ നോക്കണം. നമ്മളിപ്പോൾ ബേസിക്കലി എവിടെയാണ് നിൽക്കുന്നത്? ഒരു ബുള്ളിഷ് സിനാരിയോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെയിലി ബേസ് ഇത്തരം ബുള്ളിഷ് ആയിരിക്കും. അവിടെ കയറി വിയറിഷ് എടുക്കരുത്. അതാണ്ട് ഞാൻ പറയാം, ഈ ഒരു ദിവസമൊക്കെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നില്ല അവിടെ. ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ദിവസം ഞാനൊക്കെ ഒരു ബിയറിഷ് ആക്കും. കാരണം എന്തോ ഫെയർ വാല്യൂ ഒക്കെ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞോ, ഞാൻ എന്നാലും മാർക്ക് ചെയ്ത് വെച്ച്. ഇത് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ഈ ഒരു ബ്ലോക്ക്. അവിടെയാണ് നമ്മുടെ പ്രൈസ്. ഇപ്പം ഈ ബ്ലാക്ക് ആൻഡ് അതിൻ്റെ താഴെ പോയി ക്ലോസ് ആയിട്ടില്ല. അത്ര പോലും പാവറില്ല. നമ്മൾ കുഴപ്പമില്ല. നമ്മൾ ഈ ദിവസം വേണമെങ്കിൽ ബിയറിഷ് അടിക്കാമെന്ന് നോക്കും. പക്ഷേ ഓക്കെയാണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വീക്ക് കണ്ടോ, ഈ ഒരു വീക്കിൻ്റെ 50% താഴെയുള്ള ഏത് ലോ വേണേലും കൺസിഡർ ചെയ്യാം. അതായത് ഇന്നലെ എഴുതല്ലേ, ഏതായാലുള്ള ഈ ഒരു ലോ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. റീസൺ ലോ 50% താഴെയുള്ള റീസൺ ലോ ലോ കൺസിഡർ ചെയ്യാൻ ഞാൻ പറയത്തില്ല. ഈ ലോ വെച്ച് ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഇത്രയും സാധനം എടുത്തിട്ട് പോകുന്ന ലോ ആയ നല്ല സ്ട്രോങ് ലോ ആയിരിക്കും. പക്ഷേ ഈ ഒരു ലോ എന്നൊക്കെ വെച്ചെന്തോ പെട്ടെന്ന് വന്നൊരു ഈ ലോ വരെയൊക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ പോകുന്നു. ഓക്കെ, 9 മണി ഇവിടെ ഓപ്പൺ ആവുന്നു. ബാക്കിയുള്ള 50 മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ. അവർലിയിലെ ഡെയിലി സർവേലി ഗ്യാപ്പും ഡെയിലി സർവേലിക്കും ഓൾമോസ്റ്റ് ഓവർലാപ്പിംഗ് ആണ്. നോ പ്രോബ്ലം. സോ ഓക്കെ, നൗ കമ്മിങ് ടു ദി പോയിന്റ്. സോ നമുക്ക് നമ്മുടെ സെൽ സൈഡായിട്ട് ഉള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, അതവിടെ പോയി. മാർക്ക് ചെയ്തല്ലേ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇത് പിന്നെ എവിടെ കാണിക്കാം? 50 മിനിറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഓക്കെ. 50 മിനിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, അതാ ഞാൻ ഇന്നുള്ള വീഡിയോ ഇടാന്ന് വെച്ച്. ഞാൻ മലയാളത്തിലായിരിക്കും ഇടുന്നത്, കാരണം എനിക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ തന്നെ. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ്. സോ ഇതിൻ്റെ സബ് ടൈറ്റിൽസ് ഇംഗ്ലീഷ് വരും, നോ പ്രോബ്ലം. സോ ഇവിടെ ഇവിടുത്തെ ആ ഒരു ലിക്വിഡിറ്റി എടുത്ത് ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ട ഈ ഒരു ഇത് 7 ഞാൻ പിന്നെയും പോയോ. ഈ ഒരു ലോ, അതായത് 7 മണി പ്രീ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. നമ്മുടെ ലണ്ടൻ ലോ ഇവിടെ ഉണ്ട്. നമ്മുടെ ഏഷ്യൻ ലോ ഇവിടെ ഉണ്ട്. സാർ ആ ലോ എടുത്തു ഇന്നലെ കണ്ടോ. പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാം. ഓക്കെ, എവിടെയാണ് 9:30 ഓപ്പൺ.
ഓക്കെ, സോ 9:30 ഓപ്പൺ ആയപ്പോൾ തന്നെ നമ്മൾ ഈ രണ്ടെണ്ണം എടുത്തു. മണ്ടയ്ക്കോട്ട് പോകാൻ നോക്കി, പക്ഷേ ഇവിടെ ഒരു BPR പ്രൈസ് ഉണ്ട്. അതായത് അത്ര ഒരു BPR ആണ്. ഓക്കെ, അത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു BPR-ലോട്ട് പ്രൈസ് വന്നു. ഓക്കെ, 50 മിനിറ്റിന്റെ BPR ആണ്, കുറച്ച് സ്ട്രോങ് ആയിട്ട് താരോട്ട് പോയി. ഓക്കെ, സോ ഫൈൻ. താരോട്ട് പോയി എടുത്തു, ഏഷ്യൻ ടോയ്സ് എടുത്തു. ഓക്കെ, സോ 1 മിനിറ്റ്. ഓക്കെ, ഇനി 1 മിനിറ്റ് തന്നെ നമുക്ക് കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഞാൻ ഇതിന് മുമ്പത്തിരുന്ന് ചെയ്തായിരുന്നു. ഇവിടെ നിന്ന് മണ്ടയ്ക്കോട്ടേക്ക് പോകാൻ എടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ നമ്മുടെ 9:30 ഓപ്പൺ ആയി. ഡയറക്റ്റ് ആയിട്ട് പോയി നമ്മൾ ലണ്ടനിലോ എടുത്തു. ലണ്ടനിലോ ഇവിടെ എടുത്തു. നല്ലൊരു മൊമെന്റ് അങ്ങോട്ട് കിട്ടി. പോയി ഞങ്ങളവിടെ ശക്തി വന്നില്ല വിചാരിക്കും. ഞാനും വിചാരിച്ചിരുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് 2 എടുക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടു ഈ ഒരു പ്രീ ന്യൂയോർക്കില് ഇത്രേ അക്കോമഡേഷൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇത് പിന്നെയും പോട്ട്. ഇത് വലിയ ഒന്ന് എടുത്തു പോകുന്നു. ഇത് കണ്ടു നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചത് അടിച്ചു. പിന്നെ ഇവിടെ വെച്ച അടിച്ചു. ഇവിടെ ഞാൻ ഈ ഇട്ടേക്കുന്ന ഈ ഫസ്റ്റ് പെർസെന്റ് സർവീസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതല്ലേ ഫസ്റ്റ് പെർസെന്റ് സർവീസ്. അല്ല, എന്തുകൊണ്ടാന്ന് വെച്ചാൽ റേഷൻ വെച്ചാൽ ഇവിടെയാണ്. ഇതാണൊരു ഈ സ്വിംഗ് ലൈൻ തൊട്ട് മുന്നേ ഉള്ളൊരു സ്വിംഗ് ഹൈ എടുക്കാൻ സഹായിച്ച ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. ഇതല്ല ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആഫ്റ്റർ 9:30 ഒരു 9:37 ഈ ക്യാൻഡിലാണ് ആ ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. അത് അയാളുടെ ലെക്ചറിലുണ്ട്. ഈ ഒരു എല്ലാ എഴുത്തിന്റെ ശേഷം കണ്ടോ നിങ്ങളൊരു വിക്ക് കണ്ടു. പിന്നെ കുറച്ച് മണ്ടയ്ക്കോട്ട് പോയി, കുറച്ച് താരെ, എന്നിട്ടാണ് ക്ലോസ് ആയത്. അങ്ങനെ മണ്ടയ്ക്കോട്ടേക്ക് പോയി. അപ്ലോഡ് നമ്മളെ ഒരു എന്നിട്ട് കുറെ അക്യുമുലേഷൻ കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു AMD സെറ്റപ്പ് ആയിട്ട് എടുക്കാം. 5 മിനിറ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി AMD അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത് ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ എടുത്തല്ലോ, നമ്മൾ ഈ അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞു. ഞാൻ നോക്കണം. ഇത് മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഒരു ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് മിക്കവാറുള്ള എല്ലാ ക്യാൻഡിലും. അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ? എല്ലാതൊന്നുമില്ല. നമ്മളാ ലോ എടുത്തതിന് ശേഷം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇട്ടല്ലേ ലോ എടുത്ത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. അപ്പൊ ഇതെന്താവും? ഞാൻ മുമ്പ് പറഞ്ഞ ഒരു BPR ആവും, ഒരു ബാലൻസ് പ്രൈസ് റേഞ്ച്. ഓക്കെ, രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ. ആരുടെ വീഡിയോ ഒന്നും കണ്ടിട്ട് വന്ന് പറയുന്നില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഒരു 2026 ആദ്യത്തെ വീഡിയോ അങ്ങ് ചെയ്ത്. ഇതാ ഓർഡർ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. അവർലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, എന്താ കൺഫർമേഷൻ ഉണ്ടെന്ന് നോക്കണം. നമ്മൾ ഇവിടെ ഒരു തവണ ഓർഡർ ബ്ലോക്ക് വന്നു. ഓർഡർ ബ്ലോക്ക് വന്നാൽ നമ്മളൊരു ലോ എടുത്തു. ഇതൊരു അവർലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ അവർലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ പിന്നെയും നേരിടാൻ പറയാൻ പറ്റില്ല, കാരണം അതിന്റെ ഒരു ജോലി ഇവിടെ കഴിഞ്ഞു. ഈ ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മളങ്ങനെ എന്ത് ചെയ്തു? പെർഫെക്റ്റ് ആയിട്ട് ഇത് പോയി എടുത്ത് ഈ ഒരു വിക്ക് കണ്ടോ, നല്ല ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, അടിപൊളിയായിട്ട് ഇതിന് മണ്ടയ്ക്ക് പോയി ക്ലോസ് ആയി. വിക്ക് കുറച്ച് തരോട്ട് വന്നു, പിന്നെ നല്ലൊരു ക്ലോസ് കിട്ടി. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാന്ന് അറിയോ? നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണും. ഇതെന്തോ ചെറിയ വോളിയം ബാലൻസ് കണ്ടോ, ഇതിന് മണ്ടയ്ക്കും ക്ലോസ് ആയിരുന്നു. സോ ഇവിടെ വരുമ്പോൾ, അതായത് കറക്റ്റ് ഇവിടെ വരുമ്പോൾ 2 പ്ലേസ് പെട്ടെന്ന്. ഇപ്പൊ 2 പ്ലേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 2 പ്ലേസ് 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 2 പ്ലേസ്
അവിടെ നിന്ന് എൻട്രി എടുത്ത് തന്നെ ഞാനൊക്കെയാണ് ഇതിൻ്റെ ഒരു താഴെ സ്റ്റോപ്പ് ലോസ് വെക്കത്തുള്ളൂ. ഇതിൻ്റെ മാക്സ് ഒരു 40 പോയിന്റ് വെച്ച് 40 പോയിന്റ് ഇവിടെ ഒക്കെ വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. അവിടെ നിന്ന് എടുക്കുന്നു, ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്, ഈ ഒരു ക്യാൻഡിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്. ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് 5 ഇവിടെ പെട്ടെന്ന് 5 6 ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ബൈ നിൽക്കുന്നു ഇവിടെ വരും. അത്രേ ഉള്ളൂ സ്റ്റോപ്പ് ലോസ് ഇവിടെ. ഓക്കെ ഫൈൻ. സോ എന്നിട്ട് നമ്മൾ ടാർഗറ്റ് ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ഞാൻ വിചാരിച്ച ഇത്ര ഒരു ടാർഗറ്റ് ഒക്കെ വെച്ചാൽ മതി. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ എത്ര പിപ്പ് വരും? അതായത് 40 എവിടെയാണ് സ്റ്റോപ്പ് ഇടുന്നതെങ്കിൽ 1:2 സംതിങ് കിട്ടും. 2 അതല്ല എവിടെയാണ് ഇപ്പോൾ ഇടുന്നത് ഒരു 1:2.5 മണ്ടയ്ക്ക് കിട്ടും. അത് തന്നെ ധാരാളമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ബൈ സൈഡ് ഇതായിരിക്കും. അതായത് പ്രീ മാർക്കറ്റിന് മുന്നേ സെക്കൻഡ് ബൈ സൈഡ് ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, ഇത്രയാണ് ഫുൾ ടീം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിന് നമുക്ക് ഇവിടെ കണ്ടോ ഒരു 5 മിനിറ്റ് വരെ ഇവിടെ ഫോം ആയിരുന്നു. ഞാൻ ഈ 1 അവർ അങ്ങ് കളയുവാണ്. 1 അവറും ഡെയിലി കളയുക. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് ഞാൻ മറന്നുപോയി, മിസ് ചെയ്ത് സംസാരിക്കാൻ അതിനെപ്പറ്റി. നിങ്ങളപ്പോൾ ചോദിക്കുക റാൻഡായിട്ട് നിങ്ങൾ എൻട്രി എടുക്കുകയാണോ? അല്ല, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ എന്താ പറയുകയാണെ ഈ മാർക്കിങ്സ് അവിടെ വാങ്ങാതിരിക്കാൻ എന്താ ഇട്ട് വെച്ചേക്കുന്നത്. സോ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കാണും ആ ലോ എടുത്ത് റിയാക്ഷൻ കിട്ടും. ആ 0.5 താഴെ ഒരു ക്യാൻഡിലൂടെ ക്ലോസ് ആയില്ല. ഞങ്ങൾ ചോദിക്കുന്നു പിന്നെ ഇതെന്താ, ഇതിന് താഴെ നോക്കും ഒരു ലോ എടുത്ത് ക്ലോസ് ആയി പിന്നെ ഇങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല ഇവിടുത്തെ ഒരു കേസ്. ലോ എടുത്ത് ക്യാൻഡിൽ ക്ലോസ് ആയി അടുത്തൊരു റീടെസ്റ്റിന് ഇവിടെ വന്നു, പിന്നെ അടുത്ത എന്ത് പറ്റി ഇവിടെ അടുത്ത എന്ത് പറ്റി അവിടെ നമ്മൾ എന്താന്ന് ഞാൻ പറഞ്ഞു. BPR ഇവിടെ ഫോമായി അടുത്ത ഈ ഒരു വോളിയം ബാലൻസിന് താഴെ മണ്ടയ്ക്കും ക്ലോസ് ആയി. ഈ ഒരൊറ്റ ഫെയർ വാല്യൂ ഗ്യാപ്പേ ഉള്ളൂ പറയത്തൊക്കെ. ഓക്കെ, എനിക്കാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കുക ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നുണ്ട്. പക്ഷെ അതിലും നല്ല നിങ്ങളുടെ ഇവിടെ എൻട്രി എടുക്കുന്നത് തന്നെയാണ്. സോ അവിടെ എൻട്രി എടുക്കുന്നത് ഇതിന് താഴെ ക്ലോസ് ചെയ്തു അന്ന് സ്റ്റോപ്പ് വെച്ചാൽ കാണുന്നുണ്ട് ഈ BPR. ആൻഡ് ദർ ഇസ് വൺ മോർ തിങ്, ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ഒരു മാക്രോ ടൈമിനുള്ളിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, പത്തൊമ്പതിൻ്റെ ആൻഡ് 10 ആൻഡില്ല BPR തന്നു വരും. ദാറ്റ് ഈസ് വേ നൈസ്. ഓക്കെ, ഏറ്റവും ബെറ്റർ ആണ് ഈ മാക്രോ ടൈമിൻ്റെ. ടൈം 9:50 തൊട്ട് 10 വരെ ഒരു മാക്രോ ടൈമിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ, നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായെന്ന് തന്നെ വിചാരിച്ചു, കുഴപ്പമില്ല. സോ വാട്ട് വിൽ ബി യുവർ നെക്സ്റ്റ് തിങ് ഈസ്, ഞാൻ നോക്കാൻ ഞാൻ എന്താ പറയണേ ഫസ്റ്റ് പെർസെൻറ്റേജ് വാല്യൂക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഫസ്റ്റ് പെർസെൻറ്റേജ് വാല്യൂക്ക് ത്രൂ ഔട്ട് ദ ഡേ യൂസ് ചെയ്യാം. ത്രൂ ഔട്ട് ദ ഡേ എന്ന് വെച്ചാൽ ഒരു 1:30 മുന്നേ വരെ യൂസ് ചെയ്യും സാധനം. ഓക്കെ, പിന്നെ മണ്ടയ്ക്ക് ഇടുന്ന എൻ്റെ ക്ലോഷർ കിട്ടി താരോട്ട് വന്നു. ഈ 5 മിനിറ്റ് അപ്പുറത്തേക്ക് ഫോം ആവത്തില്ല കേട്ടോ. ഈ 5 മിനിറ്റ് ഫോം ആവണമെങ്കിൽ ഇവിടെ എത്തണം. ഈ 10-20 ആവണം ഈ 5 മിനിറ്റ് ഫോം ആവണമെങ്കിൽ. എൻ്റെ 5 മിനിറ്റ് ഫോം ആവത്തുള്ളൂ. സോ അതിന് മുന്നേ നമുക്ക് എൻട്രി എടുക്കാം. കാരണം എന്താ, ഫസ്റ്റ് പെർസെൻറ്റേജ് വാല്യൂക്ക് ഒരു ക്യാൻ ആക്ട് ആസ് എ ഡിസ്കൗണ്ട് ഓർ പ്രീമിയം, എന്താ സപ്പോർട്ടിങ് ഓർ റെസിസ്റ്റിംഗ് പ്രൈസ് ഒക്കെ അങ്ങനെ വേണമെങ്കിൽ പറയും, കുഴപ്പമില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മളിവിടെ ഇങ്ങനെ മണ്ടയ്ക്ക് പോയി താരോട്ട് പോയി, അതായത് ഓർഡർ ബ്ലോക്ക് വരെ അല്ല പ്രൈസ് താരോട്ട് പോയി, അതായത് മിഡ് പോയിന്റ് മണ്ടയ്ക്ക് ക്ലോസ് ആയി. നെക്സ്റ്റ് ക്യാൻഡിൽ പിന്നെ മിഡ് പോയിന്റ് വരെ വന്നു, വെളി ക്ലോസ് ആയി. നെക്സ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം, ഇവിടെ സ്റ്റോപ്പ് കിട്ടും. ടാർഗറ്റ് ഞാൻ പറഞ്ഞ ഇത്
ഇതാണ് ബെസ്റ്റ് എൻട്രി. എന്നെ വേണമെങ്കിൽ ടാർഗറ്റ് ആയിട്ട് ഓക്കെ നോ പ്രോബ്ലം. നെക്സ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കട്ട്സ് ഇല്ല എടുക്കാൻ. സോ ഇപ്പൊ എന്തോ നടന്ന ഇവിടെ നമ്മളൊരു 1 minute ഓർഡർ ബ്ലോക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ട്. സോ അതെങ്ങനെ 1 minute ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്? ഇതൊരു ഓർഡർ ബ്ലോക്ക് ആവാനുള്ള റീസൺ എന്തുവാ? ഒന്ന് ഇത്രയും ക്യാൻഡിൽസിന്റെ ലോസ് എടുത്തു. അതുമല്ല നമുക്കൊരു ബ്ലാക്ക് എന്താ ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ദാറ്റ് എനി സപ്പോർട്ട് പ്രീമിയം റെസിസ്റ്റൻസ് സോൺ. ഇതൊരു റെസിസ്റ്റൻസ് സോൺ അല്ലേ? ഐ മീൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സോണിനെയാണ്. ഓക്കെ, അതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ ആണ്. അവിടെ വരുന്ന ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ വാ പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം വരുന്നത്. സോ ചെയ്യുക. ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്നു റിജക്ഷൻ തന്നു. സെക്കൻഡ് ക്യാൻഡിൽ ഐതർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നിടം വരെ ഒന്ന് ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. എടുക്കുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിന് താഴെ ഒരു ഇത്രയൊക്കെ ഒരു 40 പിപ്പിലൊക്കെ കൊണ്ട് 40 പിപ്പിൽ ഞാൻ പിപ്പ് 1:2 ഇവിടെ ഒരു 2.27 ഇത് പെർഫെക്റ്റ് ട്രേഡ് ആയിരിക്കും ഇങ്ങനെ എടുക്കുന്നതാണെങ്കിൽ. ഓക്കെ, പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ല അങ്ങനെ. പിന്നെ ഈ ടൈമിങ്ങിലൊന്നും ഇല്ല, ഞാൻ നോക്കിയത് അങ്ങനെ ഇതൊന്നും ഇല്ല. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാം. ഇവിടുന്ന് എടുത്ത ഇവിടെ സ്റ്റോപ്പ്, ഇവിടുന്ന് എടുത്ത ഇതിന് താഴെ സ്റ്റോപ്പ്. അതായത് ഇങ്ങനെ ഇവിടുന്ന് എടുത്ത ഇതിന് താഴെ ഒരു സ്റ്റോപ്പ് വെക്കാം. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് മറ്റേ ഏതൊക്കെയാന്ന് വെച്ചാൽ എടുക്കാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ 8:30 മാർക്ക് ചെയ്യാൻ മറന്നുപോയി, സോറി. ഞാൻ ഇവിടെയാണ് 8:30 വരുന്നത്. ഓക്കെ, സോ ഇതൊരു പൊട്ട 8:30 ആണ് ശരിക്കും. ഇത് ഇങ്ങനത്തെ ദിവസങ്ങളൊന്നും 8:30 കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 8:30 താരം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ ഒരു കാര്യമാണ് ശ്രദ്ധിച്ചാണ്, ഐദർ ചൂസ് ദ ബോഡി. ഇവിടെ തൊട്ട് ഇതാണെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുന്നത് ടാർഗറ്റ്. അതെ, ഇതാ ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എൻട്രി എടുക്കേണ്ടത് ഈ ഒരു എന്താ പറയുക റേഞ്ചിന്റെ ഒരു 0.5 കാര്യവും ഇതൊരു അതിന്റെ അടുത്തായിട്ടൊക്കെ. ഞാനതുകൊണ്ടാണ് പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ നിന്നൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ നിന്ന് അത്ര ബെസ്റ്റ് അല്ല, ബട്ട് ഓക്കെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. So അത്രേ ഉള്ളൂ guys ഈ വീഡിയോ. So hope that you understand. So see you in the next video.